ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഹെയർ കെയർ വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ഇന്നൊരു സ്കാൽപ്പ് സ്ക്രബ് ആണ് കേട്ടോ ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ ഫേസ് ഒക്കെ നമ്മളിപ്പോൾ സ്ക്രബ് ചെയ്യില്ലേ, അതേപോലെ തന്നെ നമ്മുടെ സ്കാൽപ്പ് നമുക്ക് സ്ക്രബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ആഴ്ചയിൽ ഒരു തവണ ഞാൻ പറഞ്ഞു തരുന്ന രീതിയിൽ നിങ്ങളൊന്ന് സ്കാൽപ്പൊക്കെ സ്ക്രബ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ സ്കാൽപ്പൊക്കെ നല്ല ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ടിരിക്കാനും ഹെൽത്തി ആയിട്ടുള്ള ഒരു ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനും ഇത് നന്നായിട്ട് സഹായിക്കും കേട്ടോ. എനിക്ക് തോന്നുന്നു താരൻ്റെ പ്രശ്നമൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് നല്ല യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾ ഒരു തവണയെങ്കിലും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഒറ്റ യൂസിൽ തന്നെ നിങ്ങളുടെ സ്കാൽപ്പിൽ വരുന്ന ഒരു വിസിബിൾ ആയിട്ടുള്ള ചേഞ്ച് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും. സ്ക്രബ് എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നമുക്ക് സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും വീട്ടിൽ ചെയ്യാൻ പറ്റിയ ഒരു സ്ക്രബാണ്. ഇതിന് മുമ്പ് കുറേ മുമ്പാന്ന് തോന്നുന്നു ഞാൻ ഇതിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേര് ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയ ഒരു സ്ക്രബാണ് കേട്ടോ. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാം എങ്ങനെയാണ് സ്ക്രബ് തയ്യാറാക്കേണ്ടത്, അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഇന്ന് വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജിഷ. നിങ്ങൾ വീഡിയോസൊക്കെ കണ്ടുനോക്കുക. നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണ്, യൂസ്ഫുൾ ആവുകയാണ് തോന്നുകയാണെങ്കിൽ മാത്രം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം പോയിട്ട് നമ്മുടെ ഇന്നത്തെ സ്ക്രബ് തയ്യാറാക്കാം. അപ്പോൾ നമ്മുടെ സ്ക്രബ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് കാപ്പിപ്പൊടിയാണ്, കോഫി പൗഡർ ആണ്. കോഫി പൗഡർ ഞാനിവിടെ ഒരു 3 സ്പൂൺ അളവിലാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. അത്യാവശ്യം വലിപ്പമുള്ളൊരു സ്പൂണാണ്, അതിൽ നിറച്ചും 3 സ്പൂൺ അളവിൽ ഞാൻ എടുക്കുന്നുണ്ട്. നമ്മുടെ സ്കാൽപ്പിലേക്ക് മാത്രമല്ല, അപ്പോൾ ഈ ഒരു അളവിൽ നമുക്ക് മതിയാവും. കാപ്പിപ്പൊടി നിങ്ങൾക്ക് ഏത് കാപ്പിപ്പൊടി വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. മസാലക്കൂട്ടൊന്നും ഇല്ലാത്ത ഏത് കാപ്പിപ്പൊടി വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. കാപ്പിപ്പൊടിയുടെ കൂട്ടത്തിൽ നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് പഞ്ചസാരയാണ് കേട്ടോ. അപ്പോൾ കാപ്പിപ്പൊടി എത്രയാണോ നമ്മൾ എടുത്തത് അതേ അളവിൽ തന്നെ നിങ്ങൾ പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒരു 3 സ്പൂൺ അളവിൽ തന്നെ ഞാനിവിടെ പഞ്ചസാരയും എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സ്ക്രബ് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഓയിലാണ് കേട്ടോ എടുക്കുന്നത്. ഞാൻ എൻ്റെ മുടിയിൽ ഉപയോഗിക്കുന്ന കരിഞ്ജീരക എണ്ണ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഹെയറിൽ നിങ്ങൾ ഏത് ഓയിലാണോ ഉപയോഗിക്കുന്നത് അത് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ഏകദേശം ഞാനൊരു 3 സ്പൂൺ അളവിൽ ഓയിൽ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്ര അളവ് എന്നല്ല കേട്ടോ, നമ്മുടെ സ്ക്രബ് മിക്സ് ചെയ്യാൻ ആവശ്യത്തിന് നിങ്ങൾ ഓയിൽ ചേർത്ത് കൊടുക്കുക. ഒരുപാട് ലൂസായി പോരുത്, ഒരുപാട് തിക്കായി പോരുത്. അതിൻ്റെ രണ്ടിലും ഇടയിൽ വരുന്ന ഒരു ഫോമിലായിരിക്കണം നിങ്ങൾ ഈ ഒരു സ്ക്രബ് മിക്സ് ചെയ്ത് എടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിലിന് പകരമായിട്ട് തേങ്ങാപ്പാൽ ചേർക്കാം, ഏറ്റവും നല്ലതാണ്. അല്ലെങ്കിൽ തൈര് ചേർക്കാം കേട്ടോ. ഇത് രണ്ടും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഹെയർ ഓയിൽ ചേർക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഹെയർ ഓയിൽ എന്തായാലും നമ്മൾ മുടിയിൽ തേക്കുന്നുണ്ട്. അപ്പോൾ അതിന് പകരമായിട്ട് നമ്മൾ സ്ക്രബിലേക്ക് ചേർത്ത് മിക്സ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് കംഫർട്ട് അത് ചേർത്തിട്ട് നിങ്ങൾക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ സ്ക്രബ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു തിക്കിൽ നിങ്ങൾ തയ്യാറാക്കി എടുക്കുക കേട്ടോ. ഇനി നമുക്കിത് സ്കാൽപ്പിൽ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ സ്കാൽപ്പ് സ്ക്രബ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാൻ മുടിയിൽ കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ മുടി നല്ല ഡ്രൈ ആയിട്ട് ഇരിക്കുന്നതുകൊണ്ടാണ്. നമ്മൾ എന്തായാലും സ്ക്രബിൽ നമ്മൾ ഓയിൽ ചേർത്തിട്ടുണ്ട് എങ്കിൽ കൂടിയും കുറച്ച് ഓയിൽ കേട്ടോ സ്കാൽപ്പിലും മുടിയിലും കുറച്ച് ഓയിലൊന്ന് തേച്ച് കൊടുക്കുക. ആ ഒരു ഡ്രൈനെസ് മാറ്റാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നമ്മൾ സ്ക്രബ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മുടി ചിലപ്പോൾ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ നിങ്ങൾ സ്ക്രബിൽ ഓയിൽ ചേർത്തിട്ടില്ല എന്നാണെങ്കിൽ അത്യാവശ്യം ഒരു കുറച്ച് കൂടിയ അളവിൽ മുടിയിലും സ്കാൽപ്പിലും ഓയിൽ തേക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. സ്ക്രബിൽ ഓയിൽ ചേർത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് ഓയിൽ മാത്രം സ്കാൽപ്പിലും മുടിയിൽ നിങ്ങൾ തേച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് തേച്ചിട്ടുണ്ട് കേട്ടോ, ഒരുപാടൊന്നും ഞാൻ തേച്ചിട്ടില്ല. അപ്പോൾ ഇനി നമ്മുടെ സ്ക്രബ് നമുക്ക് സ്കാൽപ്പിലേക്ക് തേച്ച് കൊടുക്കാം. പറഞ്ഞു വരുമ്പോൾ നമ്മുടെ കോഫി സ്ക്രബ് തന്നെയാണ് കേട്ടോ. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടില്ലേ, ഫേസിലേക്ക് ഞാൻ എപ്പോഴും കോഫി സ്ക്രബ് മാത്രമാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഹെയറിൽ വരുമ്പോഴും നമുക്ക് കോഫി സ്ക്രബ് തന്നെ ചെയ്യാം. പിന്നെ ഫേസിലേക്ക് ചെയ്യുന്ന സ്ക്രബിനേക്കാളും ചെറിയൊരു വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ഓയിൽ ചേർത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ഓയിലിന് പകരമായിട്ട് നിങ്ങൾക്ക് തേങ്ങാപ്പാൽ ചേർക്കാം, തൈര് ചേർക്കാം കേട്ടോ. അപ്പോൾ സ്ക്രബ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ സ്കാൽപ്പിൽ നമ്മൾ മുടിയിലേക്കൊന്നും തേക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ സ്കാൽപ്പിൽ നന്നായിട്ട് തേച്ച് കൊടുക്കുക. സ്കാൽപ്പിൽ നന്നായിട്ട് തേച്ചിട്ട് നിങ്ങൾ സ്ക്രബ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ സ്കാൽപ്പിൽ എല്ലായിടത്തും ഇങ്ങനെ തേച്ച് കൊടുക്കുക. എന്നിട്ട് തേക്കുന്ന സമയത്ത് തന്നെ ചെറുതായിട്ട് നിങ്ങളൊരു മസാജ് കൊടുത്ത് തന്നെ നിങ്ങൾ പോവുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് തിക്കായിട്ട് തോന്നുകയാണ്, തേക്കാൻ പറ്റാത്തൊരവസ്ഥയിലുണ്ടെങ്കിൽ കുറച്ച് ലൂസ് ആക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ തേക്കുമ്പോൾ മനസ്സിലാവും സ്ക്രബ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ തേക്കുക. ഇങ്ങനെ എടുത്ത് തേച്ചിട്ട് നമ്മളൊന്ന് സ്ക്രബ് ചെയ്ത് തന്നെ പോകട്ടെ. ലാസ്റ്റ് നമുക്ക് എന്തായാലും ഒരു മസാജിങ് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യം ഇങ്ങനെ ഒന്ന് തേച്ചിട്ടൊന്ന് ഇങ്ങനെ ചെറിയൊരു മസാജിങ് കൊടുത്തിട്ട് ഒരുപാട് ഹാർഷായിട്ട് മസാജ് ചെയ്യരുത്. നമ്മൾ മുടി പൊട്ടിപ്പോകുന്ന പോലെയോ സ്കാൽപ്പ് മുറിയുന്ന പോലെയൊന്നും മസാജ് ചെയ്യരുത്. സോഫ്റ്റ് ആയ രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പാടുള്ളൂ കേട്ടോ. അപ്പം നമുക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തേങ്ങാപ്പാലും തൈരും അല്ലെങ്കിൽ ഓയിലും ഇതിനകത്ത് ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ നമ്മൾ വെള്ളം ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് മിക്സ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ വെള്ളമാകുമ്പോൾ നമ്മളിങ്ങനെ മുടിയിൽ കുറച്ച് നേരം വെക്കും. സ്കാൽപ്പിൽ വെക്കുന്ന സമയത്ത് ചിലപ്പോൾ നീരിറക്കത്തിൻ്റെ പ്രശ്നം വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് വെള്ളം ഒഴിവാക്കിയത്. നിങ്ങൾക്കത് പ്രശ്നം അല്ലെങ്കിൽ വെള്ളത്തിൽ മിക്സ് ചെയ്യുന്നതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല. അങ്ങനെയാകുമ്പോൾ മുടിയിൽ നന്നായിട്ട് ഓയിൽ തേച്ചിട്ട് മാത്രമേ നിങ്ങൾ ഈ സ്ക്രബ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. അപ്പോൾ ഇതുണ്ടോ ഇങ്ങനെ തേച്ച് കൊടുക്കുക. തേക്കുമ്പോൾ തന്നെ ചെറിയൊരു
മസാജ് കൊടുക്കുക കേട്ടോ. നമ്മൾ കുറച്ച് തിക്കായതുകൊണ്ടാണ് വീണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി ലൂസ് ആക്കണമെങ്കിൽ ലൂസ് ആക്കാം. അത് നിങ്ങൾക്ക് തേക്കുമ്പോൾ മനസ്സിലാവും നിങ്ങൾക്ക് ഏത് അളവാണ് സ്ക്രബ് ചെയ്യാൻ എളുപ്പം എന്നുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് ചെയ്താൽ മതി. താരനൊക്കെ ഉള്ളവിടെ അത്യാവശ്യം നന്നായിട്ട് തന്നെ നിങ്ങൾ തേച്ച് കൊടുക്കുക കേട്ടോ. നമ്മളിങ്ങനെ സ്ക്രബ് ചെയ്യുന്ന സമയത്ത് ഫേസിൽ സ്ക്രബ് ചെയ്യുമ്പോൾ ഞാൻ പറയലില്ലേ, നമ്മളിങ്ങനെ പിന്നെ ഡെഡ് ആയിട്ടുള്ള സ്കിൻ ഉണ്ടെങ്കിൽ നമുക്ക് ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ പോവില്ല. അതേപോലെ തന്നെയാണ് നമ്മൾ സ്കാൽപ്പിൽ ഇത് സ്ക്രബ് ചെയ്യുമ്പോഴും നമുക്ക് താരനൊക്കെ ഉണ്ടെങ്കിൽ അത് ഇളകി പോകാനായിട്ട് നന്നായിട്ട് സഹായിക്കും കേട്ടോ. അപ്പം നമ്മുടെ സ്ക്രബ് നിങ്ങൾ മുടിയിലേക്ക് തേക്കേണ്ട ആവശ്യമില്ല കേട്ടോ. സ്കാൽപ്പിൽ എല്ലായിടത്തും ആവുന്ന രീതിയിൽ കവർ ചെയ്യുന്ന രീതിയിൽ തന്നെ നിങ്ങൾ തേച്ച് കൊടുക്കുക. ഫ്രണ്ടിലും ബാക്കിലൊക്കെ കറക്റ്റ് ആയിട്ട് തന്നെ തേച്ച് കൊടുക്കുക. അപ്പൊ ഞാനിത് എന്റെ സ്കാൽപ്പിൽ കംപ്ലീറ്റ് ആയിട്ട് സ്ക്രബ് എല്ലായിടത്തും തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. തേക്കുമ്പോൾ തന്നെ ചെറിയൊരു മസാജ് കൊടുക്കുക. എന്നിട്ട് തേച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നല്ല രീതിയിൽ ഒരു മസാജിങ് കൊടുക്കാം കേട്ടോ. അപ്പൊ എനിക്ക് തോന്നുന്നു നിങ്ങൾ പിന്നെ തൈര് അല്ലെങ്കിൽ തേങ്ങാപ്പാൽ അല്ലെങ്കിൽ വെള്ളം ചേർത്തിട്ടാണ് ഇത് മിക്സ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് സ്ക്രബ് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും കേട്ടോ. കുറച്ചും കൂടി ഇങ്ങനെ എന്താ പറയുക വെള്ളമായിട്ട് നിൽക്കുമല്ലോ. എനിക്ക് നീരിറക്കത്തിന്റെ പ്രശ്നം ഉള്ളതുകൊണ്ടാണ് ഞാൻ തൈരും തേങ്ങാപ്പാലും വെള്ളവും ഉപയോഗിക്കാത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നീരിറക്കത്തിന്റെ പ്രശ്നമൊന്നും ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം കേട്ടോ. ഓയിൽ ഉപയോഗിക്കുമ്പോൾ നമുക്ക് സ്ക്രബ് ചെയ്യാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. ആ വെള്ളം പോലെ അങ്ങനെ നിൽക്കില്ലല്ലോ, കുറച്ച് സ്റ്റിക്കി ആയിട്ടല്ലേ നിൽക്കുക. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ സ്ക്രബ് ചെയ്യുമ്പോൾ നമ്മൾ സോഫ്റ്റ് ആയ രീതിയിൽ, സ്ക്രബ് ഉണ്ടെങ്കിൽ കുറച്ച് സ്ക്രബ് കയ്യിലെടുത്തിട്ട് നമ്മൾ സോഫ്റ്റ് ആയ രീതിയിൽ സർക്കുലർ മോഷനിൽ നിങ്ങളിങ്ങനെ മസാജ് ചെയ്യട്ടെ. മുടി പൊട്ടിപ്പോകുന്ന രീതിയിൽ നിങ്ങൾ ഒരിക്കലും മസാജ് ചെയ്യരുത്. സോഫ്റ്റ് ആയ രീതിയിൽ മസാജ് ചെയ്യുക. നമ്മളിങ്ങനെ മസാജ് ചെയ്യുന്ന സമയത്ത് ആ പഞ്ചസാര നമ്മുടെ സ്കാൽപ്പിൽ ഇങ്ങനെ കൊള്ളുന്നത് നമുക്ക് അറിയാൻ വേണ്ടി പറ്റും കേട്ടോ. എന്താ പറയുക, ഇച്ചിങ്ങിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ആ പഞ്ചസാര ഇങ്ങനെ കൊള്ളുമ്പോൾ നല്ലൊരു സുഖം ഉണ്ടാവും. താരൻ്റെ പ്രശ്നമൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ കേട്ടോ. അപ്പോൾ സോഫ്റ്റ് ആയിട്ട് നിങ്ങൾ മസാജ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഓയിൽ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിനകത്തേക്ക് ലേശം വെള്ളമോ അല്ലെങ്കിൽ റോസ് വാട്ടറോ അങ്ങനെ എന്തെങ്കിലും ചേർക്കണമെങ്കിൽ അങ്ങനെ ചേർക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. മസാജ് ചെയ്യാൻ എളുപ്പത്തിന് അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇതിപ്പോൾ ഓയിൽ വെച്ച് മസാജ് ചെയ്യുന്ന സമയത്ത് നമുക്കിങ്ങനെ സ്ക്രബ് ചെയ്യാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. ശരിക്കും ആ ഒരു ഫീൽ നമുക്ക് അറിയാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് അത് ശ്രദ്ധിച്ചിട്ട് ചെയ്യുക കേട്ടോ. സോഫ്റ്റ് ആയ രീതിയിൽ നമുക്ക് മസാജ് ചെയ്ത് കൊടുക്കുക. താരൻ്റെ പ്രശ്നമൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ എവിടെയാണോ നമുക്കറിയാലോ, നമുക്കിവിടെ ചിലപ്പോൾ ഫ്രണ്ട് പോർഷനിലായിരിക്കും ബാക്ക് പോർഷനിലായിരിക്കും. അപ്പോൾ എവിടെയാണോ കൂടുതലായിട്ട് താരൻ്റെ പ്രശ്നമുള്ളത് അവിടെ നിങ്ങൾ നന്നായിട്ട് തന്നെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾ തൈര് തേങ്ങാപ്പാലൊക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മുടെ സ്കാൽപ്പ് സ്ക്രബ് ചെയ്യുന്ന കൂട്ടത്തിൽ ഫേസോ കൈയോ കാലൊക്കെ സ്ക്രബ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നും നല്ല ഹെൽത്തി ആയിട്ടും ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ട് കിട്ടാനും സഹായിക്കും കേട്ടോ. അങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ നന്നായിട്ട് തന്നെ ഒരു 5 മിനിറ്റ് സമയം, ഒരുപാട് സമയമൊന്നും വേണ്ട, ഒരു 5 മിനിറ്റ് സമയം നന്നായിട്ട് തന്നെ നിങ്ങൾ സ്ക്രബ് ചെയ്യുക. പിന്നെ തൈരൊക്കെ ചേർക്കുന്ന സമയത്ത് പഞ്ചസാര വേഗം അലുത്ത് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അലുത്ത് പോകുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ സ്ക്രബ് ചെയ്യണം കേട്ടോ. അപ്പം ഞാനിതാ നന്നായിട്ട് സ്ക്രബ് ചെയ്തിട്ട് മുടി കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. മുടി കെട്ടി വെക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഞാൻ പറഞ്ഞ പോലെ മുടിയിലേക്ക് അധികം ആക്കേണ്ട ആവശ്യമില്ല. മുടിയിലേക്ക് ആയതുകൊണ്ടും കുഴപ്പമില്ല. നമ്മൾ സ്കാൽപ്പിൽ എല്ലായിടത്തും ആയിട്ട് നല്ല രീതിയിൽ സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സ്ക്രബ് ഞാൻ പറഞ്ഞല്ലോ, ഒരു 5 മിനിറ്റ് നേരമെങ്കിലും നിങ്ങൾ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. സോഫ്റ്റ് ആയ രീതിയിൽ മാത്രമേ സ്ക്രബ് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ പറഞ്ഞതുപോലെ കുറച്ചുകൂടി വെള്ളം പിന്നെ നിങ്ങൾ ചേർത്തിട്ട് നിങ്ങൾ സ്ക്രബ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്ക് സ്ക്രബ് ചെയ്യാൻ വേണ്ടി പറ്റും. നീരിറക്കത്തിന്റെ പ്രശ്നമൊന്നും ഇല്ലാത്തവരൊക്കെ ആണെങ്കിൽ തൈര് അല്ലെങ്കിൽ പാല് തേങ്ങാപ്പാല് അല്ലെങ്കിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് നിങ്ങൾ സ്ക്രബ് ചെയ്യട്ടെ. അപ്പോൾ കുറച്ചും കൂടി എളുപ്പമായിരിക്കും നമുക്ക് സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ സ്ക്രബ് ചെയ്തിട്ട് ഒരുപാട് നേരം വെക്കണം എന്നൊന്നുമില്ല. അപ്പോൾ തന്നെ നിങ്ങൾക്ക് കഴുകുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. കാരണം നമ്മൾ 5 മിനിറ്റ് നേരം നന്നായിട്ട് സ്ക്രബ് ചെയ്തിട്ടുണ്ട്. സ്ക്രബിംഗ് ആണ് നമുക്ക് ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ളത്. അപ്പോൾ ആ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കഴുകാം കേട്ടോ. കഴുകുന്ന സമയത്ത് ഇന്നത്തെ ദിവസം കെമിക്കൽ ഷാമ്പു ഉപയോഗിച്ചിട്ട് മുടി കഴുകുന്നതുകൊണ്ട് കുഴപ്പമില്ല. കാരണം അത്യാവശ്യം നന്നായിട്ട് ഓയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്കാൽപ്പൊക്കെ സ്ക്രബ് ചെയ്തിട്ട് താരനൊക്കെ ഇങ്ങനെ ഇളകി നിൽക്കുകയായിരിക്കും. അപ്പോൾ നമ്മൾ കെമിക്കൽ ഷാമ്പു ഉപയോഗിച്ചിട്ട് നന്നായിട്ട് കഴുകുകയാണെങ്കിൽ എല്ലാം നല്ല ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഏത് ഷാമ്പു ആണോ ഉപയോഗിക്കുന്നത് അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. മൈൽഡ് ആയിട്ടുള്ള ഒരു ഷാമ്പു ഉപയോഗിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. കെമിക്കൽ ഷാമ്പു ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഒരു കണ്ടീഷണറും കൂടി ഉപയോഗിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ കഴുകുന്നത് ഞാൻ കാണിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് അറിയാലോ എങ്ങനെയാണ് ഷാമ്പു ഉപയോഗിക്കേണ്ടതെന്നൊക്കെ നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ കഴുകി എടുത്താൽ മതി. അപ്പോൾ ആഴ്ചയിൽ ഒരു തവണ ഇതുപോലെ നിങ്ങൾ സ്കാൽപ്പ് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഡീപ്പ് ഹെയർ ഓയിലിംഗ് ചെയ്യുന്ന ദിവസമില്ലേ, അന്നത്തെ ദിവസം ഇതുപോലെ നിങ്ങൾ സ്ക്രബ് ചെയ്തിട്ട് നിങ്ങളൊന്ന് കഴുകിയാൽ മതി കേട്ടോ.
അപ്പോൾ താരൻ്റെ പ്രശ്നമൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ ഒറ്റ യൂസിൽ തന്നെ നിങ്ങളുടെ സ്കാൽപ്പിൽ വരുന്ന ഒരു ചേഞ്ച് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും. താരം വരാതിരിക്കാനൊക്കെ ആയിട്ട് ഇത് നന്നായിട്ട് സഹായിക്കും കേട്ടോ. അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം പറ്റുന്നവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു തന്ന കാര്യത്തിൽ എന്തെങ്കിലും വ്യക്തമാവാത്ത കാര്യം ഉണ്ടെങ്കിൽ കമന്റിലൂടെ ചോദിച്ചാൽ മതി, ഞാൻ ഉറപ്പായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് ഉള്ളത്. ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്കിനി അടുത്ത ദിവസം കാണാം.